ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് കാണണം. അതായത് നമ്മുടെ രാഹുലിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു യുവതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ വിവാദമാണ്. ഒരുപക്ഷെ ആ യുവതിയെ ഇന്ന് അറസ്റ്റ് അടക്കം ചെയ്യും. അത്രയും വലിയ വിവാദമാണ്. ആ യുവതി എന്താണ് പറഞ്ഞത് അത് ഞാനിപ്പോൾ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഒരാൾ കരയുകയാണ്, പട്ടിണിയാണ് വീട്ടിൽ. 3 നേരം പോയിട്ട് ഒരിത്തിരി പോലും പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല ഷഹനാസ്. എങ്ങനെ രാഹുലിന് 10 കോടി കൊടുക്കുമെന്ന് അറിയാതെ ടെൻഷന് പിടിച്ച് വീട്ടിൽ കുത്തിരിക്കുന്നു ഷഹനാസ്. വീടും പറമ്പും വിറ്റാലാകെ കിട്ടുന്നത് 15 ലക്ഷം. 10 കോടിക്ക് ഇനി എത്രയുണ്ട്, എങ്ങനെ കൊടുക്കും, എവിടെ നിന്ന് കൊടുക്കുമെന്ന് അറിയാതെ ഷഹനാസ് കരയുകയാണ് അവിടെ ഇരുന്നിട്ട്. ഷഹനാസിനോടൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ് ഷഹനാസെ? നീയൊക്കെ പാവപ്പെട്ടൊരു മനുഷ്യനെ തകർക്കുമ്പോൾ, പാവപ്പെട്ടൊരു മനുഷ്യനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കരിയർ ഇല്ലാതാക്കുമ്പോൾ നീയൊക്കെ ചിന്തിക്കണമായിരുന്നു ഷഹനാസെ. പച്ചക്കളവ് പറഞ്ഞാൽ ദൈവമെന്ന മഹാശക്തി ഉണ്ട് എന്ന് നീയൊക്കെ മനസ്സിലാക്കണമായിരുന്നു ഷഹനാസെ. അതായത് ഷഹനാസ് പെടുകയാണ്. 10 കോടി ഒരു മാസത്തിനുള്ളിൽ രാഹുലിന് കൊടുക്കണം. ഇല്ലെങ്കിൽ ഷഹനാസിന് 10-15 വർഷം ജയിൽ ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഷഹനാസ് നിലവിൽ പറയുന്നത്, രാഹുലെ പൊറുക്കണം, രാഹുലെ മാപ്പാക്കണം, രാഹുലെ എൻ്റെ വീട് ചെറുതാണ്, രാഹുലെ വീടും പറമ്പും വിറ്റാലാകെ കിട്ടുന്നത് 10 ലക്ഷമാണ്, രാഹുലെ ബാക്കി പൈസ ഞാൻ എവിടെ നിന്ന് തരും, രാഹുലെ അതുകൊണ്ട് എന്നോടൊന്ന് പൊറുക്കുട, രാഹുലെ ഞാൻ പച്ചക്കളവ് പറഞ്ഞു കഴിഞ്ഞു, രാഹുലെ എന്ന് പച്ചക്കളവ് ഈ പറയുന്ന ഷഹനാസ് പറയുകയാണ്. നമ്മുടെ രാഹുൽ പൊറുക്കുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഷഹനാസിനോട് ഒരു കാര്യം പറയുകയാണ്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. അതായത് നിലവിൽ ഷഹനാസ് പറയുന്നത് എൻ്റെ വീട് ചെറുതാണ്, അത് വിറ്റാൽ കിട്ടൂല എന്ന്. എന്തിന് വൃത്തികേട് പറയണം, എന്തിനില്ലാത്ത കാര്യം പറയണം? നീ ഉള്ള കാര്യമാണ് പറഞ്ഞതെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കും. നീ എന്തിന് പേടിക്കുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം അതായത് ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ജാസി ആശി, നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഇവരാണ് ജാസി. ഓക്കെ, ഈ ജാസി അടക്കം ശ്രീലക്ഷ്മി അറക്കലിനെ ട്രോളുകയാണ്. ആരാണ് ശ്രീലക്ഷ്മി അറക്കൽ? രാഹുലിനെ വിമർശിച്ചവൾ. അതായത് ആണുങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ജന്തു, അങ്ങനെ നമുക്ക് പറയാം ശ്രീലക്ഷ്മി അറക്കലിനെ. ആ ശ്രീലക്ഷ്മി അറക്കലിനെ ഈ പറഞ്ഞ ജാസി അടക്കം ട്രോളുകയാണ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണം. ഓക്കെ, 10-12 പുരുഷന്മാരുമായിട്ട് മാത്രമേ ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് വിവേകിക്കുക. കാരണം അവള് കന്യാസ്ത്രീയാണ്. അവള് കന്യകയാണ്. കന്യാസ്ത്രീ അല്ല, അവള് കന്യക. കാരണം ഒരിക്കലും അവൾ അങ്ങനെ പറയരുത് മക്കളെ. കാരണം അവള് ആകെ 12 പേരല്ലോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവള് നാണമുണ്ടോ ശ്രീലക്ഷ്മി? അതായത് ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ്, എന്നെ വെടിയെന്ന് വിളിക്കരുത്, ഞാൻ ആകെ 10-15 ആണുങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പണായി പറയുന്നത്? ഓപ്പണായി പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ ട്രോളുന്നത്? അതായത് പറയുകയാണ്, എന്നെ ആരും വെടിയെന്ന് വിളിക്കരുത്, ഞാനൊരു 15 പുരുഷന്മാരുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രീലക്ഷ്മി പറയുകയാണ്. പിന്നെ ട്രോളാതെ ഈ പറയുന്ന ജാസി അടക്കം ട്രോൾ. എന്താണ് ശ്രീലക്ഷ്മി നിൻ്റെയൊക്കെ അവസ്ഥ? ഓക്കെ, നമ്മുടെ രാഹുൽ പാലക്കാടിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെച്ച് തരാം. അതിന് മുമ്പ് ഒരു കോമഡി വീഡിയോ നിങ്ങൾ കാണണം. ഞാനും നിങ്ങളും എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുലിന് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടുമ്പോൾ പുതിയൊരു കോമഡി പീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം. എനിക്ക് ചിരിയാണ് വന്നത്, നിങ്ങളും ചിരിക്കണം. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് കേട്ടോ? മോദി കൊല്ലാൻ ആളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ആളെ കൊല്ലാൻ പറഞ്ഞയക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഇതുപോലെ ഇവൻ എത്ര പച്ച കള്ളമാ വിളിച്ചു പറയാറുള്ളത്. നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും അപ്പനില്ലാത്ത ആളുകളുടെ കള്ളവോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് പോലും ഒരു ഉളുപ്പുമില്ലാതെ ഇവൻ പച്ച കള്ളം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിരന്തരം പച്ച കള്ളം വിളിച്ചു പറഞ്ഞതിന് ദൈവം നേരിട്ട് കൊടുത്ത ശിക്ഷയാ ഈ ജയിൽവാസോ. പിന്നെ സകല ബോധമുള്ളവരും തിരിച്ചറിയാ, പ്രതിക്കൊപ്പമല്ല ഇരക്കൊപ്പമാണ്. പ്രതിക്കൊപ്പമല്ല ഇരക്കൊപ്പമാണ്. എടാ, നിനക്കെന്തെങ്കിലും അസുഖം ഉണ്ടോടാ ഫസലെ? നീ നല്ലൊരു ഡോക്ടറെ പോയി കാണണം. ഓക്കെ, ഇവൻ്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. എന്താണ്, ഞാനും നിങ്ങളും ഇവിടെ കൃഷ്ണൻ എന്നാണ്, വിൻസെൻ്റ് ഒന്നാണ്, മുഹമ്മദ് എന്നാണ്. ഈ നാട്ടിൽ, ഈ ഇന്ത്യ രാജ്യത്ത്, ഈ കേരളത്തിൽ ഒരൊറ്റ മതമുള്ളോ? ആ മതത്തിൻ്റെ പേര് മനുഷ്യമതമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ പരമചറ്റ വർഗീയത കൊണ്ടുവരികയാണ്. ഞാനൊന്നും പറയുന്നില്ല. ഈ ഫസലിനോടൊരു കാര്യം പറയുകയാണ്, പൊന്നുമോനെ ഫസലെ, നല്ല എന്തെങ്കിലും കണ്ടന്റ് ചെയ്ത് ജീവിക്കട പൊന്നുമോനെ. ഇപ്പോൾ രാഹുലിൻ്റെ പച്ചയിറച്ചി തിന്ന് ജീവിക്കുകയാണ് ഇവന്.
അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. സോറി, ഓക്കെ, ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു തന്നെ ഉള്ളൂ ഇവൻ രാഹുലിനെ ഇങ്ങനെ ട്രോളുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ പാലക്കാടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് ഒരു നേതാവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. അതിനുശേഷം നമ്മുടെ രാഹുലിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു യുവതി പറഞ്ഞ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, മാങ്കൂട്ടം അവിടെ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായി കോൺഗ്രസ് എന്തായാലും സ്ഥാനാർത്ഥിയാക്കില്ല. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ എതിർക്കും, ഉറപ്പാണ്. അങ്ങനെ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനെ ആയിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കുക. ഷാഫി ജയിക്കണോ അതേ മാങ്കൂട്ടം ജയിക്കണോ എന്നുള്ളത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് അല്ല, അവിടെ പാലക്കാടുകാരത് തീരുമാനിക്കും. കാര്യം പാലക്കാട് എന്ന് പറയുന്നത് BJP വളരെയധികം വളർന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇതേപോലെ പിന്നെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് സരിന്റെ പേര് വന്നിരുന്നു. സരിൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിച്ച ആളാണ്. അദ്ദേഹം സൈബർ ഹാൻഡിൽ അവരുടെ ഈ സൈബറിടം കൈകാര്യം ചെയ്യുന്ന ആളാണ് കോൺഗ്രസിന്റെ. അദ്ദേഹത്തിനെ മാറ്റിയാണ് ഈ രാഹുൽ വരുന്നത്. അവിടെ അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ട് സരിൻ മത്സരിച്ചായിരുന്നു, അത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പ്രമുഖരായ പലരുടെയും പേരുകൾ വെട്ടിക്കൊണ്ടാണ് ഈ പറയുന്നവരെ ഒക്കെ ഈ രാഹുലിനെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ ഷാഫി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളം മാറും. ഒരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു സഹോദര, ആരാണ് ഷാഫി പറമ്പിൽ? ഷാഫി രാഹുലിനെതിരെ മത്സരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ, എൻ്റെ ആയുസ് ഉണ്ടെങ്കിൽ, ഞാൻ ഈ യൂട്യൂബ് എന്ന പരിപാടി നിർത്തും, ഡ്രസ്സൊന്നും ഇടാതെ ഞാനൊരു വീഡിയോ ചെയ്യും. ഓക്കെ, എന്നിട്ട് അല്ല, അതായത് ഷാഫി രാഹുലിനെതിരെ മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉള്ള പൈസ ഞാൻ തരാം. അതായത് എനിക്ക് എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഞാൻ ഫ്രീ ആയി പണിയെടുക്കാം മരിക്കുന്ന കാലം വരെ. ഓക്കെ, അതായത് ഇങ്ങനെ പറയുകയാണ് രാഹുലിനെതിരെ ഷാഫി മത്സരിക്കുമെന്ന്. ഒരിക്കലും മത്സരിക്കില്ല. ഓക്കെ, അത് നമ്മുടെ ഷാഫി പറമ്പിൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് നമ്മൾക്ക് പറഞ്ഞത്. അതായത് ഷാഫി പറമ്പിൽ ഒരു പക്ഷേ ഷാഫിയോട് പാലക്കാടിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ പറയും എനിക്ക് വേണ്ട, ഇങ്ങനെ ഒരു പാർട്ടിയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ ഓടും എങ്ങോട്ടെങ്കിലും. അതായത് ഷാഫിയും രാഹുലും അത്രയും വലിയൊരു ഫ്രണ്ട്സാണ്. ആ ഷാഫി രാഹുലിനെതിരെ മത്സരിക്കുന്നാണോ പറയുന്നത്? അങ്ങനെ എങ്ങാനും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി ഒരിക്കലും മത്സരിക്കില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഷാഫി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വേറെ നേതാക്കൾ ആരെങ്കിലും പാലക്കാടിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ എത്തിക്കാതെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ രാഹുൽ ഉറപ്പായിട്ടും മത്സരിക്കും. പക്ഷേ ഷാഫിയുടെ എതിരിൽ രാഹുൽ മത്സരിക്കില്ല, രാഹുലിൻ്റെ എതിരിൽ ഷാഫി മത്സരിക്കില്ല, എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഒരു യുവതി പറയേണ്ട കാര്യങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് റിണിക്കും കൊള്ളുന്നുണ്ട്, ഈ പറഞ്ഞ ഷെഹനാസിനും കൊള്ളുന്നുണ്ട്, രാഹുലിനെതിരെ കള്ളക്കേസ് കൊടുത്ത അതിജീവിതക്കും കൊള്ളുന്നുണ്ട്. രാഹുലിൻ്റെ അമ്മയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായി കൃത്യമായിട്ട് ഇതൊന്ന് കേൾക്കണം. ഓക്കെ, ആ ഒരമ്മ എന്തോരം വിഷമിക്കുന്നുണ്ട്. കുറെ ആൾക്കാര്, മാധ്യമ പ്രവർത്തകര്, പോലീസുകാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞിട്ട് അതിജീവിത എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവാണ്. ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, കുടുംബത്തില് ഒറ്റ മോനാണ്, ഒരമ്മയുണ്ട്. ആ ഒരമ്മ എന്തോരം വിഷമിക്കുന്നുണ്ടാവും. ഈ ഒരു സ്വന്തം മകൻ ഈ കാണുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെ കൂത്താടി നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ അമ്മ ഇരിക്കുന്നത്. ഒരിക്കലുമില്ല. അമ്മയ്ക്ക് അറിയാമായിരിക്കുമല്ലോ തന്റെ മകന്റെ സ്വഭാവം എങ്ങനെയാണെന്ന്, ഏത് രീതിയിലാണെന്നും എന്തായാലും ഒരമ്മയ്ക്ക് മനസ്സിലാവും. തുടക്കം മുതൽ ഒടുക്കവനെ കാണുന്നത് ഒരു അമ്മ തന്നെയാണോ? വേറെ ആരുമല്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ്? സത്യം പറഞ്ഞാൽ ഇത് വളരെ വളരെ മോശമാണ്. ഒരു വ്യക്തിയെ നാണം കെടുത്തുന്നതും അവഹേളിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. അദ്ദേഹം ആർക്കെന്ത് ദ്രോഹം ചെയ്തു? രാഹുൽ മാങ്കൂട്ടം മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത്. ഈ അതിജീവിത എന്ന് പറയുന്ന ആളെന്താ തെറ്റ് ചെയ്യാത്ത കുഞ്ഞു പാവയാണോ? അതോ കുഞ്ഞു പൊമ്മക്കുട്ടിയാണോ? അതോ കുഞ്ഞ് 5 വയസ്സായ കുഞ്ഞാണോ? ഇതൊന്നും തെറ്റ് ചെയ്തിട്ടില്ലാന്ന്. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ വഞ്ചിച്ച് വേറൊരുത്തൻ്റെ പോയിട്ട് അത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഏറ്റെടുക്കുന്നത്? അപ്പം ഈ ഒരു ഭർത്താവിന് കൊടുത്ത വാല്യൂ എന്തോന്നാണ്? എന്നിട്ട് ഇപ്പൊ കുറെ 5 വർഷത്തിന് ശേഷം കൊണ്ടുവന്നേക്കുന്നു. എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്? ഒരു മനുഷ്യനാണ് ആ ഒരു വ്യക്തി. ആ മനുഷ്യനെ ഇത്രത്തോളം ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ എന്തുമാത്രം കളികൾ നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറയാൻ ഞാൻ ആ ഒരു അമ്മയാണ് ചിന്തിക്കുന്നത്. ആ അമ്മയുടെ അവസ്ഥ, ആ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഒറ്റ മകനായിരിക്കും. ആ ഒരു മകൻ ഇത്രത്തോളം സമൂഹത്തിന്റെ മുന്നിലേക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ആ ഒരു അമ്മയുടെ ചിന്ത എന്ന് ആലോചിക്കുക. ഈ കാരണങ്ങൾ കൊണ്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതിൽ ആര് നഷ്ടം പറയും? ഇല്ലാണ്ടാവുന്നത് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിച്ച ആ ഒരു അമ്മയെങ്കിലും മനസ്സിലാക്കി. നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ അമ്മമാരുണ്ട്. ഈ അതിജീവിത എന്ന് പറഞ്ഞ 1, 2, 3 എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ കുറെ ക്ലാസ് പഠിപ്പിക്കും പോലെ, കോളേജിൽ നിന്ന് പഠിപ്പിക്കും പോലെ ടിക്കറ്റ് അതിജീവിത ഇന്നതുപോലെ ചെയ്തു, അതിജീവിതയ്ക്ക് ഇന്നതുപോലെ നിർബന്ധം പിടിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തെന്ന് 100% ശരിയല്ലേ ഈ പെൺകുട്ടി പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ എനിക്ക് കേസാവും, രാഹുൽ ഈശ്വർ പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന് കേസാവും. അങ്ങനത്തെ കാലമാണ്.
അതായത് പെൺകുട്ടികൾ തന്നെ രംഗത്ത് വരണം. നോക്കൂ നിങ്ങൾ, ഒരമ്മ, ഒരു പെണ്ണില്ലേ, അത് അദ്ദേഹം അവളും ഒരു പെണ്ണല്ലേ രാഹുലിൻ്റെ അമ്മ, അവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും? നിരന്തരം കള്ളക്കേസ് വരികയാണ്. തൻ്റെ മകന് എല്ലാ ദിവസവും പീഡനക്കേസ് എന്ന് വരുമ്പോൾ ആ അമ്മ ചങ്ക് പൊട്ടി എന്തെങ്കിലും ആയാൽ ആര് സമാധാനം പറയും? ഇപ്പോഴല്ലേ ഇതൊക്കെ കള്ളക്കേസ് എന്ന് അറിഞ്ഞത്? ഇപ്പോഴല്ലേ? ഞങ്ങളൊക്കെ ആദ്യം തന്നെ വിളിച്ചു പറയുന്നു, ഞാനും രാഹുൽ ഈശ്വറൊക്കെ, ഇത് കള്ളക്കേസാണ്, വിശ്വസിക്കല്ലേ. അപ്പം ഞങ്ങളുടെ തന്തക്കും തള്ളക്കും വിളിച്ചവർ ഇപ്പോൾ പറയുകയാണ്, ബ്രോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതൊക്കെ റെണിയും ഷഹനാസും കൂട്ടരും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുലിന് നീതി കിട്ടണം. എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുൽ പാലക്കാടിൽ ഒന്നും കൂടി മത്സരിച്ച്, അതിപ്പോൾ കോൺഗ്രസ്സിലാണോ സ്വതന്ത്രനായ ഏത് പണ്ടാരത്തിലായാലും നമ്മുടെ രാഹുൽ അവിടെ മത്സരിക്കണം, ഒന്നും കൂടി MLA ആവണം, രാഹുലിന് നീതി കിട്ടണം. അങ്ങനെ ഞാൻ പറയും. ഞാൻ പേഴ്സണലി കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ രാഹുൽ പാലക്കാടിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി രാഹുലിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിൽ. കാരണം അദ്ദേഹം തെറ്റ് ചെയ്യാത്ത മനുഷ്യനാണ്, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് രാഹുലിന് മാത്രമാണ് എൻ്റെ ഫുൾ സപ്പോർട്ട്. അപ്പോൾ ഏതായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.